വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു റസ്ഫീസ് കിച്ചൺ. ചില ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മധുരമുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തോന്നാറില്ലേ? ആ ടൈമിലാണെങ്കിൽ വീട്ടിൽ മധുരമുള്ള ഒരു ഐറ്റംസും കാണില്ല. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടുള്ള ബ്രെഡ് കോക്കനട്ട് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 1/2 കപ്പ് ഷുഗറും പിന്നെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലോട്ട് ഒരു 4 ഏലക്ക നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഷുഗറൊക്കെ അങ്ങ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സിറപ്പിന്. അതുപോലെ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് പകരം കളർ യൂസ് ചെയ്യാം. പക്ഷേ കളർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സിറപ്പ് ഒറ്റനൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒന്ന് സ്റ്റിക്ക് ആവുന്ന ഒരു ഇതില്ലേ, ആ ഒരു രൂപത്തിലാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് ടൈമും കൂടി അതിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ, അപ്പോഴേക്കും ആയി വരും. ഇപ്പോൾ അതാ കുറച്ച് ടൈമും കൂടെ ഞാനൊന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇത് തൊട്ട് നോക്കിയാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രൂപമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറപ്പ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരണം. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഞാൻ ഇതുപോലെ 4 പീസാക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6 kg ആണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ആ ഒരു ബ്രെഡ് അതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. നെയ്യ് അങ്ങ് മെൽറ്റായിട്ട് വന്നപ്പോൾ ഞാൻ ഓരോ പീസ് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നെയ്യ് ഒഴിച്ചിട്ടും ഒന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നെയ്യായതുകൊണ്ട് അധികം അങ്ങ് വേണ്ടല്ലോ, ബ്രെഡിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറേശ്ശെ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 സൈഡും നല്ല പോലെ അങ്ങ് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഏകദേശം ഒന്നങ്ങ് ആയി വന്നപ്പോൾ ഞാനൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റിൽ ഒഴിച്ചിട്ടുള്ള നെയ്യ് ആ ഒരു സൈഡിലും കൂടി അങ്ങ് പിടിച്ചോട്ടെന്ന് കരുതിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ആ ഒരു 1 സൈഡ് തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യും. ബ്രെഡിൽ അധികം അങ്ങ് പിടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി കൂടുതൽ നെയ്യ് ഒഴിക്കണം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അധികം നെയ്യ് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ. ഇനി ഈ ഒരു സൈഡ് നല്ല പോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഒന്നും കൂടി അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള പീസുകളും ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് പീസ് ഇട്ടിട്ട് ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരു 10-15 സെക്കൻഡ് അത്ര മതി, അധികം വെക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് അങ്ങ് ഷുഗർ അതിൽ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഓട്ടമുള്ള ഇതിലേക്കും വെക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഷുഗർ അങ്ങ് അതൊന്ന് ഊറ്റിപ്പോകാനും കൂടെ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതിൽ കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഓട്ടമുള്ള കൊട്ടയാണ് എടുത്തിട്ടുള്ള, അപ്പോൾ അതൊന്നും അങ്ങ് താഴേക്ക് ഊറ്റിപ്പോയിക്കോളും. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പീസുകളും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പിലൊന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ പീസും ഷുഗർ സിറപ്പിൽ ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അധികം വന്നിട്ടുള്ള സിറപ്പൊക്കെ താഴേക്കങ്ങ് ഊറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ടുള്ള തേങ്ങ ചിരകിയിട്ടുള്ളതോ അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുള്ളതോ ഒക്കെ ആയാലും മതി. അപ്പോൾ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ അതിലങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ ഒരു ദിവസമൊക്കെ പുറത്ത് നിന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കേടാവില്ല. അല്ല നോർമലായിട്ടുള്ള തേങ്ങ ഉപയോഗിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ കേടായി പോവും. പിന്നെ എന്നുണ്ടെങ്കിൽ അധികം ഒന്നും പുറത്ത് വയ്ക്കാനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഉണ്ടാക്കുമ്പോഴേക്കും തീർന്നു പോകും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.
പിന്നെ എന്ന് പറഞ്ഞത് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ഈസി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എടുത്തങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ന്യൂ റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.